ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. സംജത് PS-ന്റെ ഗോളം, പ്രവീൺ വിശ്വനാഥിൻ്റെ എഴുത്ത്, അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത് മൈക്കിലൂടെയും കൽബിലൂടെയും ഫേമസായ രഞ്ജിത്ത് സജീവ്. രഞ്ജിത്തിനോടൊപ്പം ദിലീഷ് പോത്തൻ, അലൻസിയർ, സണ്ണി വെയിൻ, സിദ്ദിഖ്, ചിന്നു ചാന്ദിനി തുടങ്ങിയവർ. തുടക്കം ഗംഭീരം. തുടക്കത്തെ സീക്വൻസ് ഉണ്ട്. എല്ലാവരും ഒരു ഓഫീസിലേക്ക് വരുന്ന ഒരു സീക്വൻസ്. പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പല പല വീടുകളിൽ നിന്ന്, പല പല വേഷവിധാനങ്ങൾ, പല പല വാഹനങ്ങൾ. ആ ഒരു സീക്വൻസ് ഗംഭീരമായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അങ്ങനെ തുടക്കം നല്ലൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ടൈറ്റായിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ, വളരെ മനോഹരമായി മുന്നേറുന്ന ഒരു കഥ. അതായത് ഇൻ്റർവെൽ വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കഥ ആഖ്യാന ശൈലി, നല്ല ഡയറക്ഷൻ. അങ്ങനെ ഇൻ്റർവെൽ സ്ലോട്ട് എന്നുമ്പോൾ ഒരു ക്രീപ്പി ആയിട്ടുള്ള, ഒരു കുറച്ച് ഞെട്ടിപ്പിക്കുന്ന, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൽ സ്ലോട്ട്, അതും ഗംഭീരം. പക്ഷേ ഈ ബലൂൺ ഇങ്ങനെ നമ്മൾ വീർപ്പിച്ച് കൊണ്ടുവരുമല്ലോ, ഊതി വീർപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഷൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബലൂൺ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെയാണ് അതിന് ശേഷം. പിന്നെ നമ്മൾ അയ്യേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോക്കായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നല്ല ആളുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. തിയേറ്ററിനകത്ത് നല്ല നിറഞ്ഞ സദസ്സായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഒരു ക്ലാസിക് ഹൂ ഡൺ ഇറ്റ് കേസാണല്ലോ. ഹൂ ഡൺ ഇറ്റ്, അതായത് നമ്മൾ മുന്നിലിട്ട് തരുന്നു. നമുക്കെല്ലാം അറിയാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. നമ്മൾ മുന്നിലേക്ക് ഒരുപാട് സസ്പെക്ട്സിന് ഇട്ട് തരുന്നു. ഈ 13 പേർ ഒരു ഓഫീസിലുണ്ട്. അപ്പോൾ ഈ സസ്പെക്ട്സ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആരാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് കഥകളിൽ, സിനിമകളിൽ കണ്ടിട്ടുള്ള, പക്ഷേ ഒട്ടും ബോറടിക്കാത്ത ഒരു കോൺസെപ്റ്റാണ് ഹൂ ഡൺ ഇറ്റ്. ഇതിലും അത് തന്നെയാണ്. പക്ഷേ സംഭവം വെച്ചാൽ ഈ ഇൻ്റർവെൽ വരെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീൻ പ്ലേ ടൈറ്റ്നെസ്സും ആ ഒരു മികവും അതിന് ശേഷമില്ല. കാരണം ഇതൊരു വളരെ ഇംപ്രോബബിൾ ആയിട്ടുള്ള, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു പ്ലോട്ടാണ്. പക്ഷെ അത് പ്ലോട്ടിൻ്റെ കുഴപ്പമാണ്, ആ ഒരു കഥയുടെ കുഴപ്പമാണ്. ഡയറക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പൊട്ടൻഷ്യലുള്ള ഡയറക്ടറാണ് അദ്ദേഹം. ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ പടം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തോന്നുന്നില്ല. എന്തായാലും സംജത് PS ഡയറക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ടൈറ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊട്ടും ബോറടിക്കത്തില്ല. അതായത് ഈ കഥയുടെ ഒരു അവിശ്വസനീയത അല്ലാതെ ഒട്ടും ബോറടിക്കാത്ത ഒരു രീതിയിലാണ് ആഖ്യാനം, നല്ല രീതിയിലാണ് ഡയറക്ഷൻ പോയിരിക്കുന്നത്. അതായത് ഓരോ ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത്. ഇപ്പം ബോഡി കിടക്കുന്ന കാര്യങ്ങളായാലും, കോഫി മെഷീനിൽ എഴുതിയിരിക്കുന്ന സംഭവമാണെങ്കിലും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് രസകരമായിട്ട് തോന്നിയ രീതിയിൽ തന്നെയാണ് ഡയറക്ഷൻ പോയിരിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഒരു ടോട്ടൽ എഫക്റ്റ് എടുക്കുവാണെങ്കിൽ, ടോട്ടൽ ഇമ്പാക്റ്റ് എടുക്കുവാണെങ്കിൽ വളരെ മോശമെന്ന് പറയേണ്ടി വരും. കാരണം ഇത് തന്നെ, ഈ പ്ലോട്ടിനൊരു അവിശ്വസനീയതയാണ്. കാർത്തിക് ശങ്കർ ഉണ്ടല്ലോ, നമ്മുടെ യൂട്യൂബിലേക്കൂടെ ഇൻഫ്ലുവൻസറായിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത്, ഇൻഫ്ലുവൻസർ അല്ല, ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു കാർത്തിക് ശങ്കറുണ്ട്. ഇവരുടെ കൂട്ടുകാരനായിട്ടാണ് ഇതിൻ്റെ തിരക്കഥാകൃത്തും അഭിനയിക്കുന്നത്. അങ്ങനെ പക്ഷെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ രഞ്ജിത്ത് സജീവിൻ്റെ കൂടെ കാര്യം പറഞ്ഞേക്കാം. രഞ്ജിത്ത് സജീവ് ടാലൻറ്റഡ് ആണ്, പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമുക്ക് കാണാം. പക്ഷേ പുള്ളി കുറച്ചൊരു പ്ലാസ്റ്റിക് രീതിയിലാണ് അഭിനയിക്കുന്നതായിട്ട് തോന്നിയത്. പുള്ളിയുടെ ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ടാവാം ചിലപ്പോൾ. അതും ചിലപ്പം ഇനി ഇമ്പ്രൂവ് ആകുമായിരിക്കാം. പക്ഷെ പുള്ളിയുടെ ലുക്കും ആ ഒരു സ്റ്റൈലും ഒക്കെ ഗംഭീരമാണ്. പക്ഷേ ഡയലോഗ് ഡെലിവറിയൊക്കെ ഭയങ്കര റിഫൈൻഡ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു നാച്ചുറൽ അല്ലാതെ തോന്നുന്ന ഒരു സംഗതിയായിട്ട് തോന്നും. കൽബിലായാലും, കൽബി ഞാൻ കണ്ട പടമാണ്, വളരെ മോശം പടമാണ്.
പക്ഷെ അത് പുള്ളിയുടെ കുഴപ്പമല്ല. ഖൽബായാലും ഗോളമായാലും പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വരുമ്പോൾ ഇമ്പ്രൂവ് ആവുമായിരിക്കും. കാരണം പുള്ളി ടാലൻറ്റഡ് ആണ്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഹി ലുക്സ് ദ പാർട്ട്, ഈ പടത്തിൽ ഹി ലുക്സ് ദ പാർട്ട്. പക്ഷേ അഭിനയിക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു റിജിഡിറ്റി തോന്നുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ പടത്തെ പറ്റി തോന്നിയത്. ഇൻ്റർവെൽ വരെ ഉണ്ടായിരുന്ന ഒരു ഇൻറ്റൻസിറ്റി അതിനുശേഷം ഒട്ടുമില്ല. എനിവേ, ഐ എം ഗോയിങ് വിത്ത് 2 stars out of 5 for Golem. Thanks for watching.